തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. പെട്രോൾ കുപ്പി കയ്യിലേന്തി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. മണിക്കൂറുകളോളം അധ്യാപകരെയും പോലീസിനെയും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെയും മുൾമുനയിൽ നിർത്തി. ഷൊർണൂർ കുളപ്പള്ളി അല്ലമീൻ കോളേജിലാണ് പ്രതിഷേധം നടന്നത്. അവസാന വർഷ നിയമ വിദ്യാർത്ഥിനിയാണ് വൈസ് പ്രിൻസിപ്പലിന്റെ ചേംബറിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ 4 പേരെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനിലുള്ള 4 വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ വീണ്ടും കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ അതിനെ കേൾക്കാനോ ഒന്നും റെഡിയല്ല. എന്ത് പറഞ്ഞാലും സസ്പെൻഷനിലേക്ക് പോവുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ കോളേജ് എന്ന്. അപ്പൊ വേറൊരു വഴിയില്ല, നമ്മളെ കേൾക്കാനായിട്ട് ആരും റെഡിയല്ല എന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനൊരു വഴി ചൂസ് ചെയ്തത്. ലൈഫ് എൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കഷ്ടത്തിലൂടെ പോകുന്ന സമയത്താണല്ലോ. അപ്പൊ ഇവരാരും നമ്മളിപ്പോ ഒരു കാര്യം പറയാൻ പോയാൽ ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങൾ സസ്പെൻഡഡ് ആയ പിള്ളേരാണ്. സസ്പെൻഷൻ ഒരു കാരണം പറയാൻ പറഞ്ഞ കാരണം പറയത്തില്ല. ഇവർ പറയും ഇവരെ വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൈമിന് ഇങ്ങനൊരു വഴി ചൂസ് ചെയ്യേണ്ടി വന്നത് ഞങ്ങൾക്ക്. പിന്നെ അതുമല്ല, പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ നിലയിൽ അവരൊരു മീഡിയേഷൻ നടത്തിയിട്ടുണ്ട്. നാളെ ബാക്കി അറിയാം എന്താണെന്ന അവസ്ഥയെന്ന്. കാരണം വേറെ വഴിയില്ല. എൻറോൾമെന്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ ഇനി കുറച്ച് 4 മാസം കൂടെ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇവർ തീരുമാനം. അപ്പൊ അതുകൊണ്ട് വേറെ വഴിയില്ല. സമരത്തിന് കാരണം മാനേജ്മെന്റ് ഹോസ്റ്റൽ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നതിന്, അതിനെപ്പറ്റി ചോദ്യം ചെയ്തതിന് 100ഓളം കുട്ടികളുള്ളതിൽ മനഃപൂർവ്വം 4 പേരെ മാത്രം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഞങ്ങൾ എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിലെവിടെയൊക്കെയോ വേറെ ആരൊക്കെയോ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും അറിഞ്ഞില്ല. പക്ഷെ കേസ് വന്നപ്പോൾ ഞങ്ങൾ 4 പേരുമായി, പിന്നെ 15 അൺഐഡന്റിഫൈഡ് പേഴ്സൺസ് ആയി. അത് ഇതുവരെ ഐഡന്റിറ്റി അവരെ റിവീൽ പോലും ചെയ്തിട്ടില്ല. FIR ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്കാണ്. ഞങ്ങൾ നിയമത്തിന്റെ വഴി കൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ നിങ്ങളൊരു പ്രൊസീഡിങ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സസ്പെൻഷൻ ലെറ്ററിൽ ഡേറ്റ് പോലും മെൻഷൻ ആക്കിയിട്ടില്ല. അപ്പൊ അറ്റൻഡൻസിനൊക്കെ വിഷയം ഉണ്ടാവും. അപ്പൊ ഇവരതിനെപ്പറ്റി ഇതൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വഴി ചൂസ് ചെയ്യേണ്ട ഒരു. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.